100 വട്ടം ഞാൻ പറഞ്ഞത് എന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണമെന്ന്. ഒരു ശ്രദ്ധയില്ല എനിക്ക്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവണമില്ല. ഇതാണ് രണ്ടിടത്ത് അന്നിട്ട് പറയണത്. മനസ്സിലായില്ലേ? ഇന്ന് കൂടുതൽ കിട്ടട്ടെ എന്റെ ഇന്ന് പറഞ്ഞത് മനസ്സിലായിക്കോ? അല്ല, നിങ്ങൾ എന്തിനപ്പ എന്നെ തല്ലിയത്? അതിന് മാത്രമാണ് തെറ്റുന്ന. എന്താ നിങ്ങളോട് ഞാൻ ചെയ്ത്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടുകാരെ പറ്റി പറഞ്ഞത് പറ്റിയില്ല അല്ലേ? നിങ്ങൾക്ക് എൻ്റെ മോനെ പറ്റി എന്ത് വേണമെങ്കിലും ഏത് നേരം നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയില്ല. അതിപ്പോൾ ഇങ്ങനെയുള്ളതിൽ നിങ്ങൾ തീർത്തു അല്ലേ? നിങ്ങൾ തല്ലിക്കോ, തല്ല് കൊള്ളാനല്ല ഞാന്, തല്ലിക്കോ. പക്ഷെ ഇങ്ങനെ ചതിയിൽ തല്ലരുത്. നല്ലതാണ്. ചെവി അങ്ങനെ മൂളിപ്പോയ പോലെയായി എനിക്ക്, അറിയോ? ഒരെണ്ണം കിട്ടിയിട്ട് നാവിന് കുറവൊന്നുമില്ല അല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാനേട്ടാ. ഒന്നും കൂടെ കിട്ടും നിൽക്കും. മര്യാദയ്ക്ക് പറ്റി ഒരു ഗ്ലാസ് ചായ എടുത്ത് പോയിട്ട് പറഞ്ഞത് ഒന്നും രണ്ടും കൂടുതൽ പറയാൻ നിൽക്കുന്നുണ്ട്. ഒരാളെടുത്ത് പറയുമ്പോൾ അവന് മനസ്സിലാക്കുക എന്തിനാ പറയാന്നുള്ളത്. നീ അതൊക്കെ തലക്ക് കയറി വർത്താനം പറയല്ലേ ഇങ്ങനെ. പോയി ചായ എടുത്തു നീ പോയിട്ട്. ചായ ഒക്കെ വെച്ചിട്ട് കടുപ്പില്ല, മധുരമില്ല, പുകച്ചൂരില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞാലേ ചെന്ന് വെച്ച് കുടിച്ചോന്ന് പറയുന്നത്. തുടക്കം പണിയൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. മോളെ, ഓ ചായ വെച്ചാ? ചായ വെച്ചിട്ടില്ലമ്മ. അപ്പാക്ക് ചായ ചോദിക്കും. ഉമ്മന്റെ മുഖമൊക്കെ എന്താ ചോന്നിക്കണേ? അതെ, കരണ്ട് പെട്ടതാ മോളെ. കണ്ണിന്റെ ഇവിടുക്കായിട്ട് കണ്ണിൽ വെള്ളം വരും. കരട് ഉമ്മന്റെ കണ്ണിലൊന്നുമല്ലത്. ഈ ഭാഗത്ത് അങ്ങനെ ചോന്നുണ്ടല്ലോ, കയ്യിന്റെ പാടൊക്കെ ഇരിക്കുന്നു. അതൊന്നും പറയണ്ട മോളെ. ഇപ്പൊ കാലത്തെളിച്ച് തല്ലിയതാ. മോളോട് എന്തിനാ നന്നോണോ പറയണ? അതെ, ഇന്ന് കാലത്തെളിച്ചത് മോനെ പറ്റി കൊറേ വിളമ്പി. പണിക്ക് പോണില്ല, നാനെ വിടക്കാക്കണെന്ന്. അതുവരെ ഞാനൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ അവനൊരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയും കൂടി വന്നാണ്. ഈ നിലക്ക് പോയാൽ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെ കൊറേ പറഞ്ഞു. ഞാൻ എന്റെ മോനല്ലേ, ഞാനല്ലേ പ്രസവിച്ചത്. അവനെ പറ്റി ഏത് നേരം ഇങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ അതിന് അങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ അപ്പ കിട്ടേണ്ടതാണ്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ട് തിട്ടവിടെ എടുത്തവിടെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. അപ്പൊ എന്തോ മറുപടി പറഞ്ഞപ്പോ ഒറ്റ എണ്ണം തന്നു, ചതീരി തന്നു. പെട്ടെന്ന് ഇങ്ങനെ നിക്കാണ്, ഇങ്ങനെ എന്തോ ഡാർട്ടീസിൽ വർത്താനം മറ്റൊക്കെ നിക്കാണ്. ഒറ്റേന്നൊന്ന് വെച്ചില്ല, കണ്ണിൽ ഈച്ച പറഞ്ഞ പോലത്തെ. ഇപ്പൊ തല്ലി തന്നെ. ഇന്നൊന്നല്ലേ തല്ല് കൊള്ളാൻ തുടങ്ങിയതൊന്നും അല്ല. കുറെ കാലായി, 10-30 കൊല്ലം കഴിഞ്ഞു മോളെ. എനിക്ക് അറിയില്ല, നീ ഇപ്പൊ വന്നതല്ലേ. ഉമ്മ എന്തിനമ്മ ഉപ്പ അപ്പോഴേക്കും തല്ലണേ? ഇക്ക ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. അതിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഉപ്പ എന്തിനാ ഉമ്മന്റെ മേത്ത് കഴിയുന്നു? ആകെ പാടായി ചോന്നുണ്ട്. ഓയിൽമെന്റ് എന്തെങ്കിലും ഇട്ടായിരുന്നാ? വേണ്ട മോളെ, അതൊക്കെ എനിക്ക് ശീലിച്ചു. അതേ, ഉപ്പയില്ല ഉമ്മയില്ല. ചെറുപ്പത്തെ ഉമ്മ എത്ര കുഞ്ഞേര് മരിച്ചെന്നൊക്കെ പറയണു. ഉപ്പ പിന്നെ ഉപ്പയില്ല. പിന്നെ ഉമ്മാടെ സ്നേഹം കിട്ടാണ്ടേ ഈ വെട്ടുകൊള്ളി പോലെ അങ്ങനെ ആള് ജീവിച്ച് ഇതായില്ലേ. കല്യാണം കഴിഞ്ഞപ്പോഴും ആ വെട്ടുകൊള്ളി സ്വഭാവം ഭാര്യ എടുത്താലും മക്കളുടെ എടുത്താലും അതേ സ്വഭാവം തന്നെയാണ്. പിന്നെ അതൊക്കെ ഉപ്പയുമില്ലല്ലോ എന്നുള്ളൊരു സ്നേഹം. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അങ്ങനെ സ്നേഹിച്ച് പോവുക. വേറെ ചില പെണ്ണുങ്ങളാണ് ഇട്ടെറിഞ്ഞിട്ട് എന്നോ പോയി. പിന്നെ 2 മക്കളായില്ലേ, മക്കൾക്ക് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കുക. ഇപ്പോഴും അതേ സ്വഭാവം തന്നെ, സ്നേഹിക്കും നല്ല പോലെ. പക്ഷെ ദേഷ്യം വന്ന കൂടുതലും മോനെ പറ്റിയിട്ടാ. ഒന്നിനും പോണില്ല, എടുക്കണില്ല, കറങ്ങി നടക്കുക. ഇതുവരെ അവനക്ക് ഒറ്റയ്ക്കായിരുന്നു. ഞാനല്ലേ ഈ വയസ്സുകാലത്ത് സമ്പാദിച്ച് കൊണ്ടുവരുന്ന അവനെ നീ ഒന്നും പറയണില്ല, എടുക്കണില്ല, വരുന്ന നേരത്തെ വിളമ്പി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ്. കേൾക്കുമ്പോൾ എന്താ ചെയ്യുക? ഞാൻ എന്താ 2ാം തരം ഉമ്മയാണോ? ഞാൻ പെറ്റുമ്മയല്ല. എൻ്റെ മോനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. മോള് ചായ വെക്കുന്നു. ഇപ്പൊ അതിനായിരിക്കും 2ാമത്തെ അടി. ചായ ഞാനിപ്പൊ എടുക്കമ്മ. എന്നാലും ഉപ്പ എന്താ ഇങ്ങനെ? ഞങ്ങൾ അവിടത്തെ ഉപ്പൊന്നും ഇങ്ങനെയല്ല കേട്ടോ. അവരൊക്കെ ഒരു ഫ്രണ്ട്സ് പോലെയാണ്, ഭാര്യയും ഭർത്താക്കന്മാരും. ഉമ്മാനായിട്ട് തല്ലണതാണ് മോശം. ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അല്ല മോളെ, സെഫിമോൻ എപ്പോ പോയതാ? ഇന്നലെ രാത്രി പോയതല്ലേ? അങ്ങോട്ട് ഇന്നലെ രാത്രി പോയത്. പിന്നെ പറയാണ്ട് എന്താ ചെയ്യാ? അവനാണ് എനിക്ക് ഇത്രയും ചീത്തയും അടിയുമായി തരുന്ന. അവനൊരുത്തനാ ഇതുവരെ ഒറ്റത്തടി. ഇപ്പൊ നിന്നെയും കൂടി കൊണ്ടുവന്നു. ഉപ്പ പറയണതിൽ കാര്യമില്ലേ? എന്തിനെങ്കിലും ഒന്നിനും പൊക്കൂടാ? പാവം ഈ വയസ്സുകാലത്തല്ലേ പോയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കുടുംബം കഴിയുന്നത്. ആരെങ്കിലും വന്നാലും പോയാലും, നല്ല വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും ഇതൊന്നും അവന് അറിയാനായില്ലേ? അവനാണ് എനിക്ക് ആ ദേഷ്യങ്ങളൊക്കെ ഇപ്പം എന്നെ തീർത്തത്. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ അവൻ എവിടെയെന്ന് ചോദിക്കും, എന്താ പറയാ? ഇക്ക ഇന്നലെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. രാത്രി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഉപ്പാനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം. എന്നാ മോനൊരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കുക. പോയ ഇനിയിപ്പോൾ അവൻ്റെ ഇന്ന് പൂരാണ്.
ചിലപ്പോ അവിടെ കിടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ഇതാകുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. അതെ ഇനി പോയ അവനെ പറ്റി ചോദിക്കും. ഇനി അതിലെന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് വയ്യ മോളുള്ള ചായ കൊണ്ടുകൊടുത്തേ. ഉപ്പ ഇത് ചായ. ആ മോളാണ് ചായ കൊണ്ടുവന്നത്. അല്ല മോളെ, അല്ല അതിന്റെ കെട്ടിയവനിപ്പോ എന്തുദ്ദേശമാണ്? വന്നിട്ടില്ല ഇതുവരെ? ഇല്ല, ഇന്നലെ കൂട്ടുകാരുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് പോയതാണ്. എന്ത് കൂട്ടുകാരുടെ അടുത്ത് പോണെന്നാണ് പറയണത് മോള്? തോന്നിയ പോലെ പോവാ, തോന്നിയ പോലെ വരെ, ഒരു ഉത്തരവാദിത്തം പറയണതില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങക്ക് പറ്റില്ല അല്ലേ? ഞാൻ എങ്ങനെയാ പറയാ? നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ ഉമ്മാക്ക് പറഞ്ഞൊരു ഉത്തരവാദിത്തം ഇല്ല, ഒന്നുമില്ല. അവൻ വരുമ്പോ ഒന്നും ചിരിച്ചു കളിച്ച് മിണ്ടാണ്ടിരിക്കും. അപ്പൊ അവന് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നീ പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവർക്ക് ഗൗരവത്തോട് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾ ആരും ഒന്നും മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അവനെ തോന്നിയ പോലെ ഇങ്ങനെ വിടാനൊന്നും നടക്കില്ല കേട്ടാ. ഞാൻ എന്ത് ചെയ്യാനോ ഉപ്പ? ഇന്നലെ ഇപ്പൊ പൂരത്തിനൊന്ന് പോയിട്ട് വരാം, ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്തൊന്നും നീ പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ നേരം വരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ചെണ്ടോട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചിട്ട് വരാനുള്ള ഉദ്ദേശത്തിലാവും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഞാൻ ഇവരുടെ അടുത്തൊക്കെ എന്താ സംസാരിക്കണ്ടേ, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? എനിക്കറിയില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. മോള് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട. ഞാൻ ഇത്രയും വയസ്സാം കാലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണത്. അവനൊരു ഉത്തരവാദിത്വം ഉണ്ടാ. അവള് അതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനാണ് ഞാൻ കാലത്ത് ഒന്നും രണ്ടും പറഞ്ഞിട്ട് അവന് ഒരെണ്ണം കൊടുത്തത്. മോൾക്ക് മനസ്സിലായ? ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരിക്കലും. ഇവൻ നന്നാക്കി എടുക്കാൻ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരട്ടവൻ. എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ വിടുക? ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാല് പിന്നെ കുടുംബമല്ല, നമ്മളെ നടക്കുന്ന ചവിട്ടി പുറത്താക്കും ചിലപ്പോ അവൻ. ഒരു പേടിയില്ല, ഒരാളെയും പേടിയില്ല, നിന്നെയും പേടിയില്ല, ഉമ്മാനെയും പേടിയില്ല. എന്നെ കുറച്ച് പേടിയുള്ളതാ. അതിപ്പോ എന്നെ കാണാനും പറ്റുന്നില്ല അവന്. അപ്പൊ മുങ്ങല്ലേ. ഞാൻ വരുമ്പോഴേക്കും അവൻ ഉണ്ടാവില്ല. ഇത് നടന്നാൽ ശരിയാവില്ല. ഞാൻ വരട്ടെ, കാണട്ടെ. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാ തീരുമാനിച്ചോളൂ. അമ്മ അല്ല, ഈ എവിടെയായിരുന്നു? നീ ഇന്നലെ രാത്രി പോയതല്ലേ? എന്ത് നീ ഇങ്ങനെ? 10-28 വയസ്സായില്ലേ? ഒരു ഉത്തരവാദിത്തമൊക്കെ ആയില്ലേ നീ? ഇതുവരെ നീ ഒറ്റത്തടിയാ. ഇപ്പൊ നിനക്കൊരു പെണ്ണ് കെട്ടിട്ടേ. പൂരല്ലമ്മ, പിള്ളേരൊക്കെ പൂരത്തിനെ വിളിച്ച് പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റും. കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ വന്നത് എന്താ പോലെ? ഒന്നില്ലെങ്കിൽ ചിലപ്പോ ഒന്നും കൂടി നേരം വൈകണ്ട് വന്നേനെ. അതെ, എന്നാ പിന്നെ അവിടെ കിടന്നിട്ട് നാളെ വരായിരുന്നില്ലേ നീ? ഇപ്പൊ ആരാ വരാൻ പറഞ്ഞേ? ഞാൻ കുളിച്ചിട്ട് വീണ്ടും പോവും. കുളിച്ചിട്ട് വീണ്ടും പോവോ? ഗാനമേള. ഓ അടാ, നിന്നാന് വേണ്ടിട്ടാണ്ട നിന്റെ ഉപ്പ ഇതുവരെ ഒരു ഈർക്കലി എടുത്തിട്ട് എന്നെ അടിക്കാത്ത ഉപ്പ. ഇന്ന് എന്റെ നോക്കുന്തപ്പെട്ട് വീർത്തിക്കണ് കണ്ടില്ലേ? നിന്റെ പേര് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. നിന്നെന്താ കയറൂരി വിട്ടിക്കണോന്നാ ചോദിക്കണ ഉപ്പ. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ആ വയസ്സായ തന്ത പോയിട്ടല്ലേ കൊണ്ടുവന്നിട്ട് കുടുംബം കഴിയണ. നീ 10-28 വയസ്സായ മോൻ കുടുംബത്തുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം മോനെ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ? ഇപ്പൊ പണിക്ക് പോകണുണ്ടല്ലോ. പിന്നെ എന്തിനാ എന്നെ പറഞ്ഞേക്കണ്? പഠിപ്പൊക്കെ കഴിഞ്ഞല്ലേ, കിട്ടുമ്പോ പോവാ. ഇനിയിപ്പോ ഇവിടത്തെ പൂരം, നാളെ വൈശങ്കാവ് പൂരം, അത് കഴിഞ്ഞ് പറപ്പൂര് പൂരം. ഇപ്പൊ കുറച്ച് പൂരങ്ങളുടെ സമയമല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോവാ. പിന്നെ അത് മാത്രല്ല, ഇന്ന് വൈകുന്നേരം ഗാനമേളയ്ക്ക് പോകുമ്പോ സാലിയനെയും കൊണ്ടുപോകാൻ വെച്ചിട്ടാ. അതാകുമ്പോ ആ പൂരൊന്നും കണ്ടിട്ടില്ല അത്രേ. അപ്പൊ അത് വിളിക്കാൻ വേണ്ടി വന്നു ഞാൻ. എന്നിട്ട് മര്യാദ കിട്ടും. അതേ കിടന്നുറങ്ങുന്നുണ്ട്. നിനക്കൊന്നും മര്യാദ വയറ് നിറച്ച് കിട്ടും. എൻ്റെ പെണ്ണ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിനക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കൂടെ? നിന്നെ ഉപ്പ പറയുമ്പോൾ എൻ്റെ ഭാഗം നിൽക്കണ കാരണമാണ് എനിക്ക് ഇന്ന് കിട്ടിയത് ഒരെണ്ണം. അറിയോ? നീ എന്താ മോനെ ഇങ്ങനെ? 10-28 വയസ്സായാലും നിനക്ക് ഓരോ പണിക്കും കാര്യത്തിനൊക്കെ പോയിക്കൂടെ? പറയണ്ട, എനിക്കൊന്നും അറിയില്ല. ചെല്ല്, നിന്നെ കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അവിടെ. നീ അവിടെ നിന്നേ. നീ എവിടെയെങ്കിലും പതുങ്ങി പോണ് അല്ലേ? ഇട്ടിട്ടെ നീ ഇന്നലെ പോയതല്ലേ? ഞാൻ വരില്ല ഇല്ലാവട്ടാണ് നീ പതുങ്ങി റൂമിലേക്ക് പോണത്. ഇല്ലപ്പാ, ഇന്നലെ നമ്മുടെ അവിടുത്തെ പൂരായിരുന്നില്ലേ, ഇന്നലെ ഒന്ന് പോയതാ. പിന്നെ കൂട്ടുകാരന്മാരുടെ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരാൻ നേരം വൈകിയതാ. എന്ത് വരാൻ നേരം വൈകി? ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ച് പറയുക അല്ലെങ്കിൽ ചെയ്ത്. നീ ഇപ്പൊ ആരെ അനുസരിച്ച് നടക്കണില്ലല്ലോ. നിന്നെ തോന്നിയ പോലെ പോവാ, തോന്നിയ പോലെ വരിക. ഇതൊന്നും ശരിയാവില്ല കേട്ടാ. നിന്നെ കുറെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ നിൽക്കണത്. നീ അവള് പറഞ്ഞാലും കൂട്ടാക്കണില്ല, ഉമ്മ പറഞ്ഞാൽ നീ തമാശ കളി പോലെ നടക്കുക. എന്നെ വെച്ചിട്ട് കാണാൻ കിട്ടുന്നില്ല. നീ പതുങ്ങി രാത്രി വരിക, പകലിങ്ങനെ ഓടുന്ന. ഇതൊക്കെ ശരിയാണോ?
ചിലപ്പോൾ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാണുന്നില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ട് നടക്കുമോ? ഇതെന്താ ഓരോ പണിക്കും പോകാണ്ട് തുറത്തിനും പോകാണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് ഇത് ആര് കുടുംബം നോക്കും? എനിക്ക് പറ്റില്ല. ഈ വയസ്സാം കാലത്ത് ഞാൻ എത്രത്തോളം ഞാൻ നോക്കണത്? ഒരു പരിധിയില്ലേ നോക്കണേന്? ഞാൻ നോക്കാഞ്ഞിട്ടല്ലോ ഇപ്പൊ, കിട്ടാഞ്ഞിട്ടല്ലേ. പിന്നെ ഇപ്പൊ പൂരങ്ങളുടെ സമയല്ലേ, എവിടെ നോക്കിയാലും പൂരാ. പിന്നെ ഈ വർഷം കഴിഞ്ഞ അടുത്ത വർഷമല്ലേ വരുള്ളൂ. അതാണ് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് ഒഴിവാകാൻ നിൽക്കണ്ട. നീ ആദ്യത്തെ പോലെ ഒറ്റത്തടിയൊന്നും ഇല്ല. ഇപ്പൊ ഒരു ഭാര്യയും കൂടെ വന്നിട്ടുണ്ട്. അതിനെയും കൂടെ നോക്കാനുള്ള ഉത്തരവാദിത്വ ചുമതല നിൽക്കുള്ളതാ. നീ അതൊക്കെ മറന്നിട്ട് നീ ഒറ്റത്തടിയുമായിട്ട് നടന്നാലേ കാര്യം നടക്കുമോ? ഇനി അതിനൊരു കുട്ടികളെ ശേഷം കുട്ടികൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നീ ആര് നോക്കാനാ? ഇതൊക്കെ ഞാൻ എൻ്റെ തടി വെച്ച് നീ നടക്കാനാ? ഇതാണ് നീ കല്യാണം കഴിച്ചു തന്നത്? ഒരു ഉത്തരവാദിത്തം വരാൻ വേണ്ടി കല്യാണം കഴിച്ചു തന്നതാ. അതെനിക്ക് തോന്നിയ പോലെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ. പൂരങ്ങളൊക്കെ കൊല്ലത്തിനും വരും. അതുമായിട്ട് നീ ലീവ് എടുത്ത് ഇങ്ങനെ നടന്നിട്ട് പഠിക്കും പോകാൻ തുറന്നു പോകാണ്ട് ഇങ്ങനെ പൂരമായിട്ട് കൂട്ടുകാരന്മാർ കറങ്ങി നടന്ന കാര്യം നടക്കുമോ? ഇതൊന്നും നടക്കണ കേസല്ല. ഇതൊക്കെ മുന്നേ നീ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് മുന്നൊക്കെ ഞാൻ കറങ്ങി നടക്കുക. അങ്ങനെ കല്യാണം കഴിച്ചൊന്നുണ്ടാവില്ല എനിക്ക്. ഈ നിന്റെ പെണ്ണിനെയും നിന്നെയും ഒക്കെ നോക്കണ ചിലവ് എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഇതന്നെയാക്കി പണി. ഒരു വിധം ആയിക്കഴിഞ്ഞാലേ നിങ്ങളൊക്കെ പണിക്ക് പോകാൻ നോക്കുക. ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ വളർത്തി തരാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി നിങ്ങളാണ് നോക്കുക ഞങ്ങളുടെ. ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കാതെ പറയുന്നേ ഉള്ളൂ, ചെയ്യണില്ലല്ലോ. നാളെ തൊട്ട് പണിക്ക് പോകാൻ നോക്കിയോ. ചെറുക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കാണ്ട്. ഞാൻ എത്ര ഉപദേശം എന്നാലും നിങ്ങൾക്ക് ഉമ്മക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഞാൻ തന്നെ വന്ന് പറയണോ? അത് 2 ദിവസം പോകും, പിന്നെ പോകൂല. നീ ഇവിടെ ഇരിക്കുന്നുണ്ടാ? ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഉപ്പ പൊടിച്ചിട്ട് ഓരോന്നും പറഞ്ഞു. ഞാനൊക്കെ കേട്ടിട്ട് തന്നെ ഇരിക്കണ്. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള ഓർമ്മയൊക്കെ തോന്നിയല്ലോ നിങ്ങൾക്ക്. ഉപ്പ പറയണതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്? രാവിലെ എൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും ഒക്കെ പറയണ്ടിരുന്നു നിങ്ങളിങ്ങനെ വിട്ടാൽ ശരിയാവൂല എന്നൊക്കെ. അതിനനുസരിച്ച പോലെ അല്ലേ ഇക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം എവിടെയായിരുന്നു? എപ്പൊ പോയത് അവിടെ നിന്ന്? ഉപ്പാന്റെ കാര്യമൊന്നും കണക്കെടുക്കണ്ട. അതൊക്കെ കേട്ട് നീ പറയും. ഞാൻ ഏതെങ്കിലും ഗാനമേളയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നതാ. പോയിട്ട് വരാം. ഇന്നെ ഇങ്ങനെ വിളിക്കണ ഗാനമേളയ്ക്ക് നിന്നിട്ട് ഇന്നലെ പോയതല്ലേ നിങ്ങളെപ്പോലെ രാവും പാലും നിൽക്കാനും നിന്നെ കിട്ടൂല. ഷെബിക്കാക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണ് ആ പാവം ഉമ്മാക്ക് ഇന്ന് ഉപ്പാട കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയത്. എന്തിനാ ഇക്ക ഇതിനൊക്കെ നിർത്തുന്നത്? കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പണിക്കും ഇതിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയൊക്കെ വരുമോ? എന്തെന്നെ ആയാലും ഷെബിക്ക അവരെ മോനാണ്. നിങ്ങൾ ചെറുപ്പം തൊട്ട് ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കേട്ട് വളർന്നിട്ടുണ്ടാവും. ഞാനൊരു മരോളല്ലേ ഷെബിക്ക. ഇപ്പൊ ഉപ്പ എൻ്റെ അടുത്ത് തന്നെ ഇന്ന് രാവിലെ എന്തോരം കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ കേൾക്കുന്നത് എനിക്കൊരു മോശമല്ലേ? എന്റെ വീട്ടുകാരെ അറിയുമ്പോ എങ്ങനെ ഉണ്ടാവുക? നീ എന്താ നീ ഇപ്പൊ എന്നെ ഉപദേശിക്കാൻ നിൽക്കുക? നിനക്ക് ഗാനമേളയ്ക്ക് വരാൻ പറ്റണമെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒറ്റയ്ക്ക് പോയിക്കോണ്ട്. പിന്നെ ഉമ്മാർത്ത് പറഞ്ഞ പോലെ പറയണം. ഗാനമേളയ്ക്ക് പോയി ഉമ്മാർത്തം പറയണ്ട, ഉപ്പാർത്തം പറയണ്ട. മനസ്സിലായില്ലേ? ഇക്ക എവിടെ വെച്ചാൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞോ. ഞാൻ നോക്കട്ടെ. എന്തിനാണ് വീണ്ടും ഇപ്പൊ വന്നല്ലേ ഉള്ളു, വീണ്ടും എങ്ങടെ പോണേ? കുളി കഴിഞ്ഞിട്ട് പോവുള്ളൂ. ഉപ്പ എന്താ ചെയ്യണം നോക്കട്ടെ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് നന്നാക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഉപ്പ ഇന്ന് രാവിലെയും കൂടി ഇന്നെ കൊറേ ചീത്ത പറഞ്ഞതാ. ഉറങ്ങാന്ന് പറഞ്ഞാ മതിട്ടാ. ഫോണ് നോക്ക്. അതെ, ചായ കൊണ്ടിട്ടേ? ചായ ഒന്നും വേണ്ട. ചായ നേരത്തെ മോള് കൊണ്ടുവന്നപ്പോ കുടിച്ചു. അല്ല, ഇന്നാള് സബൂറ വന്ന് കല്യാണം പറഞ്ഞില്ലേ? അപ്പൊ നമ്മളൊരാഴ്ച മുന്നേ പോകാൻ പറഞ്ഞു. ഒരാഴ്ച മുന്നേ പോകണ്ടേ? വെള്ളിയാഴ്ചയെങ്കിലും പോകണ്ടേ നമുക്ക്? എന്ത് സബൂറ? ഏത് സബൂറ നീ പറയണേ? എന്റെ അമ്മായിന്റെ മോള് ഇന്നാളെ കല്യാണം പറയാൻ വന്നില്ലേ? അപ്പൊ നമ്മളെല്ലാരും പോകണ്ടേ? പിള്ളേരൊക്കെ പോണം പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുക. അമ്മ എന്നാ പോകുക, നമുക്ക് വെള്ളിയാഴ്ചയെ പോകാന്നൊക്കെയാണ് പറയുന്നത്. വല്ലപ്പോഴല്ലേ പോണ്. അപ്പൊ നമുക്ക് നമ്മളെ കുടുംബക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ഒത്തിരി നേരം പോയി കണ്ടവരെയൊക്കെ ഒന്ന് കണ്ട പോലെ ആയില്ലേ? പോകുമ്പോ തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് തന്നെ കുടുംബക്കാരെല്ലാരും കാണാൻ പറ്റുള്ളൂ. നമ്മളൊന്നിനും പോകാണ്ടിരുന്ന ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ ഇരിക്കേണ്ടി വരും. അതെ, പെൺകുട്ടിയുടെ കല്യാണം കൂടിയാണ്. അപ്പോൾ ഒത്തിരി പൈസ കൂടുതൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ആൺകുട്ടിക്ക് കൊടുക്കണ പോലെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഒത്തിരി കൂടുതൽ കൊടുക്കേണ്ടി വരും. കല്യാണത്തിന് പോണതൊക്കെ ഓക്കെയാ, അതില്ല ഞാൻ പറഞ്ഞില്ല. കല്യാണത്തിന് പോവുക, അതേപോലെ ഇങ്ങോട്ട് വരിക. അവിടെ പോയ സ്വഭാവം മാറരുത്. 2 ദിവസം ഇരുന്നിട്ട് വരാം, ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. കല്യാണത്തിന് പോവുക, പൈസ വെച്ച് പെൺകുട്ടിയുടെ കാര്യം കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ തിരിച്ചു തരണം. ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പണികൾ മെനക്കെടും, പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അവിടെ പോയി സ്വഭാവങ്ങൾ ഇതിങ്ങനെ മാറി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എനിക്കറിയാലോ. പെട്ടെന്നൊക്കെ എങ്ങനെ ദേഷ്യം വരും എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ അവിടെ തന്നു വരും. അപ്പൊ അവര് ആൾക്കാരെ മുന്നേച്ച് അതും പറഞ്ഞ എന്നോട് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാലോ, എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേൾക്കാം. നമുക്ക് കല്യാണം കഴിഞ്ഞാൽ വരാം. നിങ്ങൾ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കണില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേൾക്കാം. നമുക്ക് എന്തായാലും കല്യാണത്തിന് പോകണം. പിന്നെ നിങ്ങൾ അവരെയൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞില്ല. കുട്ടികൾ ആഗ്രഹിച്ചിട്ടിരിക്കുക, അവർക്കും ഉണ്ടാവില്ലേ?
നമ്മള് പോകുമ്പോ അവരെ കൂടെ ഒറ്റക്കാക്കിട്ട് പോവാ. ഇല്ല, നീ എന്തിനാ അവരെ കൊണ്ടുപോകണം പറഞ്ഞു? അവരെ കൊണ്ടുപോകാൻ ഞാനിപ്പോ പറഞ്ഞു. നീ എന്നെ ഓരോന്നും ആലോചിച്ചെടുക്കുക. അവരെ കൊണ്ടൊന്നും പോണില്ല. നമ്മൾ പോവാ, ബൈക്കിൽ പോവാ, നമ്മളെന്നെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൂടി വരിക. അവരോട് ഇരുന്നോട്ടെ. എന്തിനിപ്പോ എല്ലാരും കൂടെ കെട്ടി കഴിഞ്ഞിട്ട് പോണത്? അവരൊക്കെ അടച്ചു പൂട്ടി പോണാ? അതെ ഇതാ കൊണ്ടുപോവാനേ ഇതിലേത് ഷർട്ട് വേണ്ടത് എടുത്തോളെ. അവിടെ വെച്ചോ, ഞാനതൊന്ന് ഇതൊക്കെ റെഡിയാക്കിട്ടേ നോക്കിട്ടെ. എന്ത് ഇങ്ങനെ ഇത് വൃത്തികെട്ട സ്മെല്ലാണല്ലോ. ഇത് വന്നേ, ഇത് എന്തിട്ട് തിരുമ്പി വെച്ചിരിക്കണ നീ? ജാതി മണമുള്ളതില്. ഇത് നമുക്ക് എല്ലാ ഷർട്ടും അങ്ങനെ തന്നെയാ. നീ കൊണ്ടുപോയിട്ട് എന്തിട്ട് നീ ചെയ്യണ്? ഇങ്ങനെയാണ് തുണി ഇരുമ്പുക. 10-30,000 കൊടുത്തിട്ട് വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിയെന്ന് കല്ലും മലക്കണ്ടെന്ന് വെച്ചിട്ട് കണ്ടല് വേഗം പറഞ്ഞിട്ട് ഇപ്പൊ ഇത് അലക്കി കൊണ്ടുവന്നു. അപ്പടി ജാതി മണവും ചളിയും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഇനി നാളത്തോട്ട് കല്ലുമ്പോ തിരുമ്പിയാ മതിട്ടാ. ഈ വാഷിംഗ് മെഷീനിൽ തിരുമ്പില് വേണ്ട. എന്നാ വേറെ ഷർട്ട് കൊണ്ടുവരാം. അതിൽ ഒരു മണമില്ല. ഒരു മണമില്ലതാ ഇതും ഉണ്ട്, കണ്ടില്ലേ? എന്തൊരു കഷ്ടം. ഇനി വേറെ ഷർട്ട് കൊണ്ട് തരട്ടെ? നീ വേറെ ഷർട്ട് പോയി എടുത്തിട്ട് വന്നേ. എന്നിട്ട് 1000 പ്രാവശ്യം ഞാൻ പറയണത് ആ വാഷിംഗ് മെഷീനിൽ അലക്കണ്ടെന്ന്. നീ ആ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന കാരണമാണ് ഈ ഷർട്ടൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നത്. ഈ അയച്ച ചളിയൊക്കെ ഊറിയിട്ടാവും ഇതിലൊന്ന് പിടിക്കുന്നുണ്ടാവുക. നീ പോയിട്ട് വേറെ ഷർട്ട് എടുത്ത് തന്നു ചെല്ലി. ഷർട്ട് കൊണ്ടുവന്നത് പുതിയ ഷർട്ടിനൊക്കെ പഴയ ഷർട്ട് പോലെ ആക്കിയതിന് കല്ലുമ്പ് തിരുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലമ്മ, ഞാൻ ചോദിക്കണം പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. കല്യാണത്തിന് എപ്പോഴാ പോണ്ടത്? മോനെ അതിന് ഉപ്പ പറയണ കേട്ടില്ലേ, നിങ്ങളൊന്നും വരണ്ട, പിള്ളേരൊന്നും വേണ്ട, അവരെന്താ വീട് അടച്ചു കൂട്ടിയിട്ട് പോവാണ്, കല്യാണം പറയുമ്പോ കുടുംബത്തോടെ പോവാണ്. അതെ, നമുക്ക് രണ്ടാൾക്ക് വണ്ടിയിൽ പോയിട്ട് പെണ്ണിനെ കല്യാണം കെട്ടി ഇറങ്ങിയാല് കാശ് കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് പോരാന്ന് ഭക്ഷണം വെച്ചിട്ട്. അന്ന് തന്നെ അവിടെ പോയിട്ട് 4 ദിവസം നിൽക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയണ്ട അതിൻ്റെ കാര്യം. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ വേണ്ടെന്നാ പറയണത്. ഉമ്മ എന്തിട്ടാ പറയണത്? അതാരാ? എൻ്റെ പെങ്ങളല്ലേ, ഞാൻ പോണ്ടമ്മ. ഒന്നിലും നമ്മുടെ കുടുംബമല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നതാ നമ്മൾ കല്യാണത്തിന് പോണ്ടെന്നൊക്കെ വെച്ചുമ്പോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടമ്മ. ഇതെന്താ ഉപ്പ ഇങ്ങനെ? എത്രയെന്ന് വെച്ചിട്ട് നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് വലിയ ചെക്കന്മാരായാലും ഇപ്പോഴും ചെറിയ കുട്ടികളുടെ പോലെ ഇങ്ങനെ ഒതുക്കി വളർത്താൻ നോക്കണത്. ഒന്ന് പൂരത്തിന് പോയി കഴിഞ്ഞാൽ അതിനില്ലാത്ത പ്രശ്നങ്ങളില്ല. ഒന്ന് പുറത്ത് പോയി നേരം വൈകി കഴിഞ്ഞാൽ അതിനില്ലാത്ത വഴക്കുകളില്ല. എന്താ അങ്ങനെ? കല്യാണത്തിന് അത് പറ്റില്ല കേട്ടമ്മ. ഞാൻ എന്തായാലും പോവും. ഞാൻ എന്ത് ചെയ്യാനാ മോനെ? എൻ്റെ ഉപ്പ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ അതന്നെയല്ലേ, അതിന് മറുപടി വല്ലതും പറയാൻ പറ്റുമോ? എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല. അതൊന്നും എനിക്കറിയാട്ടാ. നിങ്ങൾ പോയിക്കോ, ഞാൻ ബൈക്ക് ഉണ്ടല്ലോ, ഞാൻ സാലിക്കുട്ടിയെ ബൈക്കിൽ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എത്തിനാട്ടി മുമ്പേ ഞാൻ അവിടെ എത്തിക്കോളാം. അല്ല പിന്നെ നീ വന്നിട്ട് പിന്നെ തുടങ്ങില്ല ഇവിടെ അംഗത്തിന്. അത് കുഴപ്പമില്ല.